ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം. സുഭാഷിതം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു സദ്വർത്തമാനം ഞാൻ അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. അത് യെശയ്യാപ്രവചനം 41 അധ്യായത്തിന്റെ 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭയപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സഹായമാണ് ആവശ്യം? സാമ്പത്തികമായി നിങ്ങൾ ഞെരുങ്ങുന്നുവോ? ശാരീരികമായി പീഡനം അനുഭവിക്കുന്നുവോ? മാനസികമായി തളർന്ന അവസ്ഥയിലാണോ? ശത്രു നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്നുണ്ടോ? എന്നെ ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ളതാണോ നിങ്ങളുടെ ചിന്ത? അങ്ങനെയുള്ളവരോടാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കാം. നിനക്ക് എന്താണ് ആവശ്യമെന്ന് തുറന്നു പറഞ്ഞാൽ മാത്രം മതി. ഭയപ്പെടേണ്ട, എന്റെ കൈ നിന്നെ പിടിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നാം കൈപിടിച്ച് നടത്താറില്ലേ? അവർക്ക് യാതൊരു ഭയവും തോന്നാറില്ല. ഒരു ചിന്താഭാരം അവർക്കില്ലാതെ സന്തോഷത്തോടെ അവർ നടക്കും. മാതാപിതാക്കളുടെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതമാണെന്നുള്ള ബോധം അവനുണ്ട്. ദൈവത്തിന്റെ മക്കൾക്ക് ശക്തമായ വാത്സല്യം ദൈവം ഉറപ്പു നൽകുന്നു. കർത്താവ് തന്റെ ജനത്തിന്റെ വലങ്കൈ പിടിക്കുന്നു. വിശ്വാസത്താൽ അവരെ നടക്കാൻ പഠിപ്പിക്കുന്നു. അവരെ തന്റെ സാന്നിധ്യത്തിലേക്കും തന്നോട് തന്നെയുള്ള കൂട്ടായ്മയിലേക്ക് നയിക്കുന്നു. അവരെ വീഴാതെ സൂക്ഷിക്കുന്നു, ബലവും ശക്തിയും പകരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ കാരണം, അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. ഈ ദൈവം നമ്മോടുകൂടെ എപ്പോഴുമുണ്ട്. വലങ്കൈ പിടിച്ച് നമ്മെ നടത്തണമെങ്കിൽ നാം പോകുന്നിടത്ത് ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടുന്നുവോ അവിടെയൊക്കെ ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തെ നമ്മോടൊപ്പം കൊണ്ടുപോകുവാൻ പറ്റാത്ത ഏതെങ്കിലും കാര്യങ്ങളിൽ നാം ഏർപ്പെടുന്നുണ്ടോ? നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളോ പ്രയാസങ്ങളോ വരികയില്ല എന്ന് അതിന് അർത്ഥമില്ല. ഭയപ്പെടുത്തുന്ന പ്രതിബന്ധങ്ങൾ നിശ്ചയമായും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. യേശുവിനോടൊപ്പം നടന്നപ്പോഴും തന്റെ ശിഷ്യന്മാർക്ക് ഭയാനകമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. മരുഭൂമിയിൽ ഭക്ഷണമില്ലാതിരുന്ന അവസ്ഥ, കൊടുങ്കാറ്റിനെ തരണം ചെയ്യേണ്ടി വന്നത്, കരം പിരിക്കാൻ വന്നപ്പോൾ പണമില്ലാതിരുന്നു. എന്നാൽ ഈ സന്ദർഭങ്ങളിലൊക്കെ യേശു കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ സാഹചര്യങ്ങളും നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായേക്കാം. രോഗം പിടിപെട്ട് ശരീരം ക്ഷയിച്ചു പോകുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പെടുന്ന പാടുകൾ, അപകടങ്ങൾ, വേർപാടുകൾ ഇങ്ങനെ നീണ്ടുപോയേക്കാം. അപ്പോഴും കർത്താവ് പറയുന്നത് കേൾക്കൂ. ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. ബി നോട്ട് ബി ഡിസ്മേഡ്, ഫോർ ഐ ആം യുവർ ഗാഡ്. ഐ വിൽ സ്ട്രെങ്തൻ യു, യെസ് ഐ വിൽ ഹെൽപ്പ് യു. ഐ വിൽ അപ്ഹോൾഡ് യു വിത്ത് മൈ റൈറ്റിയസ് ഹാൻഡ്. യോഹന്നാൻ 14:27 യേശു കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. വീണ്ടും 16:33 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ നല്ല വാഗ്ദത്തം തന്ന യേശു കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. ഭയപ്പെടാതെ സമാധാനത്തോടെ ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ
क्या है